വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ. വീണ്ടും ഈ വീഡിയോയിൽ തമിഴ്നാട്ടിലെ കൃഷിവിശേഷങ്ങളാണ്. ഇത്തവണ ഞാൻ സ്ഥിരം പോകുന്ന റൂട്ടാണിത്. ഡിണ്ടിഗൽ ടു ട്രിച്ചിയിലാണ് മോള് പഠിക്കുന്നത്. അപ്പോൾ ആളെ പിക്കപ്പ് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനൊക്കെ പോകുമ്പോൾ തമിഴ്നാട്ടിലെ കൃഷികൾ കുറേ വീഡിയോ എടുക്കാറുണ്ട്. ഇത് അവിടുത്തെ നെൽകൃഷിയാണ് ഈ കാണുന്നത്. ബിറ്റ്വീൻ ഡിണ്ടിഗൽ ആൻഡ് ട്രിച്ചി ധാരാളം നെൽകൃഷിയുള്ള സ്ഥലമാണ്. ഒന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ പൊള്ളാച്ചി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഉടുമൽപേട്ടും കഴിഞ്ഞിട്ട് പഴനിക്കിടയിൽ ധാരാളം നെൽകൃഷിയുള്ള ഒരു സ്ഥലമാണ് പഴനി ഏരിയ. അതുപോലെ തന്നെ ട്രിച്ചിയിലും. ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ട്രിച്ചിക്ക് അടുത്തായിട്ട് വലിയൊരു ക്യാമ്പസ് ഉണ്ട്. നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തിയിലൊക്കെ ഉള്ള പോലെ KAU കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോലെ TNAU തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ഈ തമിഴ്നാട്ടിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, തമിഴ്നാട്ടിൽ കൃഷി വളരെ എക്സ്റ്റെൻസീവായിട്ട് ചെയ്തു വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതുപോലെ നെൽകൃഷിയായിട്ടും മറ്റ് പച്ചക്കറികളും അതുപോലെ പഴവർഗ്ഗങ്ങൾ ഒക്കെ. അപ്പോൾ ഇതാണ് ആ ക്യാമ്പസ്, തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ട്രിച്ചി ക്യാമ്പസ്. ട്രിച്ചി സിറ്റിക്ക് കുറച്ച് ഔട്ട്സ്കേർട്സിലാണിത്. ഏകദേശം ഒരു 10-25-30 കിലോമീറ്റർ 10-20 കിലോമീറ്റർ ദൂരെ ആണ്. മെയിൻ റോഡിൽ തന്നെയാണ്. ഇത് ശരിക്കും ഹൈവേ ആണ്, ടോൾ റോഡാണ്. TD ടോൾ റോഡ് എന്നാണ് പറയുന്നത്, ട്രിച്ചി ഡിണ്ടിഗൽ ടോൾ റോഡ്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഇത് ഇങ്ങനൊരു ചെറിയൊരു ചാല് പോലെ അതിലൊരു പച്ച പായലാണ് എന്ന് തോന്നുന്നു. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കലേ ആണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു ക്യാമ്പസാണ്. ഞാൻ പുറത്തുനിന്നുള്ള വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അകത്തേക്ക് പോകാനായിട്ട് ഒന്നാമത് സമയം കിട്ടാറില്ല. ഞാൻ രാവിലെ 5 മണിക്ക് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടാൽ ഒരു 12-1 മണിക്കുള്ളിൽ ട്രിച്ചിയിലെത്തും. ഭക്ഷണം കഴിച്ച് മകളെ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഡ്രോപ്പ് ചെയ്തു, പിക്കപ്പ് ചെയ്യുകയാണെങ്കിൽ പിക്കപ്പ് ചെയ്ത് ഒരു 3 o'clock അവിടുന്ന് തിരിച്ചാൽ രാത്രി ഒരു 9-10 ആകുമ്പോൾ തൃശ്ശൂർ തിരിച്ചെത്തും. ഇതാണ് അവരുടെ എൻട്രൻസിന് അടുത്തുള്ള ഗേറ്റാണ് ഈ കാണുന്നത്, തമിഴ്നാട് അഗ്രികൾച്ചർ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇപ്പോൾ വിശാലമായ ക്യാമ്പസാണ്, പക്ഷേ നമ്മുടെ മണ്ണുത്തിയിലെ ക്യാമ്പസിൻ്റെ അത്രയൊന്നും വലുതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മണ്ണുത്തിയിലെ 400 ഏക്കറോ മറ്റോ ഉണ്ടെന്നാണ് പറഞ്ഞത്. റോഡിൻ്റെ ഇരുവശത്തായിട്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, വെറ്റിനറി കോളേജൊക്കെ ആയിട്ട്. ഇവിടെ അത്ര വലിയൊരു ക്യാമ്പസ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവിടെ ഞാൻ പല പ്രാവശ്യം ഇപ്പോൾ ട്രിച്ചിക്ക് ബൈ റോഡ് പല പ്രാവശ്യം ഞാൻ പോയി വന്നു. ഒരു 10-20 പ്രാവശ്യമൊക്കെ പോയി വന്നിട്ടുണ്ടാവാം കഴിഞ്ഞൊരു 3-4 കൊല്ലത്തിനുള്ളിൽ. അപ്പോൾ പലപ്പോഴും എന്നല്ല, എല്ലായ്പ്പോഴും ഇതിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ ഇതുവരെ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ ഉണ്ട്, അതിൻ്റെ ഒരു ബോർഡാണ് ഇപ്പോൾ നേരത്തെ കണ്ടത്. ഇപ്പോൾ ഇവിടുത്തെ മണ്ണുത്തിയിലുണ്ട്. നമുക്ക് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, കൃഷിയിൽ നിന്നുള്ള പല വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, ആഗ്രോ പ്രോഡക്ട്സ് ഒക്കെ ചെയ്യാനായിട്ടുള്ള ഇൻക്യുബേഷൻ സെൻറ്റർ. അപ്പോൾ അതൊരെണ്ണം അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ അത്യാവശ്യം ഏരിയ ഉള്ള ഒരു ക്യാമ്പസാണ് ഈ കാണുന്നത്. ഇപ്പോൾ മുത്തുക്കുളം എന്നോ മറ്റോ ആണ് ഈ സ്ഥലത്തിൻ്റെ പേര്, മുത്തുക്കുളം. അതിൻ്റെ ബോർഡാണ് നേരത്തെ കണ്ടത്. അപ്പോൾ ഇത് ഓരോരോ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട്. എല്ലാത്തിനും ഈ ഒരു കളറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, ഈ ഒരു ചെങ്കല്ലിൻ്റെ പോലത്തെ കളറ്. ബിൽഡിങ്സിനായാലും ഇപ്പോൾ അതിൻ്റെ ആ ഒരു കോമ്പൗണ്ട് വാൾ നിങ്ങൾക്ക് കാണാം, അതിനൊക്കെ ഒരു സെയിം കളർ സ്കീമാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് തമിഴ്നാട്ടിലുള്ള കൃഷിക്കാർക്കൊക്കെയുള്ള കുറേ ഇൻഫർമേഷൻ, അതുപോലെ അവർക്ക് ആവശ്യമുള്ള വിത്തുകൾ, പ്ലാന്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടാവുക. ഇത് ഒടഞ്ചത്രം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു മുരിങ്ങ തോട്ടാണ്. അധികം ഹൈറ്റ് ഇല്ലാത്ത മുരിങ്ങകളാണ്, എല്ലാം നന്നായിട്ട് പൂട്ടുണ്ട്. ഇപ്പോൾ ഈ ഒടഞ്ചത്രം ഏരിയയിൽ തന്നെ ധാരാളം, ഇപ്പോൾ തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഏകദേശം പൊള്ളാച്ചി കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഉടുമൽപേട്ട് തുടങ്ങി ട്രിച്ചിയത്തോളം റോഡിൻ്റെ 2 വശത്തുമായിട്ട് നിറയെ മുരിങ്ങാത്തോട്ടങ്ങൾ കാണാം. അപ്പോൾ മുരിങ്ങ അവരുടെ മെയിൻ ഒരു റവന്യൂ കിട്ടുന്നൊരു വെജിറ്റബിൾ ആണ്, അല്ലെങ്കിൽ ക്രോപ്പാണ്. അപ്പോൾ ഇതുമ്മയൊക്കെ ഇവിടെയൊക്കെ മുരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ട്. ഇവർ പറഞ്ഞത് ബോംബെ, കൽക്കട്ട അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇവർ മുരിങ്ങക്കായ കയറ്റി വിടുന്നത്.
ഇപ്പോൾ ഇത് ചെടിമുരിങ്ങ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ഉണ്ട്. അതുപോലെ സീഡിന്ന് വിത്തിന്ന് മുളപ്പിച്ചെടുക്കുന്നതും ഉണ്ട്. 2 ടൈപ്പ് ഇവരിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരെണ്ണം അവർ പറഞ്ഞത് ഞങ്ങൾ കീരായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലകൾ ഒക്കെ പറയണത് ഇലക്കറിക്കുള്ള പേരാണ് തമിഴിൽ കീരായി. അപ്പോൾ ഒരെണ്ണം കീരായ്ക്ക് മാത്രം, പിന്നൊന്ന് മുരിങ്ങ കായ്ക്ക് മാത്രമാണ്. ആ മുരിങ്ങക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു വെറൈറ്റിയിൽ നിന്ന് അവർ കീരായി എടുക്കുന്നില്ല, അതിൻ്റെ ലീവ്സ് എടുക്കില്ല. അപ്പോൾ ഇതിൽ ധാരാളം തേനീച്ചകളൊക്കെ വരുന്നുണ്ട്. മുരിങ്ങ പൂവ് തേനീച്ചകളെ അട്രാക്റ്റ് ചെയ്യുന്നൊരു പൂവാണ്. അപ്പോൾ നന്നായിട്ട് പോളിനേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ കാണാനുണ്ട്. അത്രയും ഭംഗിയായിട്ട് ഇവർ ലേ ഔട്ട് ചെയ്തിട്ടുള്ള ഒരു തോട്ടമാണ് മുരിങ്ങാത്തോട്ടം. ഞാനവിടെയുള്ള ആൾക്കാരായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരിൽ ഒരാൾ കേരളത്തിൽ പലപ്പോഴായിട്ട് ജോലിക്ക് വന്നിട്ടുള്ള ഒരാളാണ്. കുറേശ്ശെ മലയാളമൊക്കെ പറയുന്നുണ്ട്. കുറച്ച് വർഷം മുമ്പാണ്. അപ്പോൾ അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു എനിക്ക്. ഞാനൊരു തൈ കിട്ടുമെന്ന് അറിയാനാണ് ഇവിടെ ഇറങ്ങിയത് ആക്ച്വലി. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ വിത്ത് മുളപ്പിച്ചാണ് ഇത് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് പിന്നെ വിത്തും ബാക്കിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് ശേഷം പിന്നത്തെ പ്രാവശ്യം ഈ പറഞ്ഞ റൂട്ടിൽ പോയപ്പോൾ ഞാൻ അവിടെയുള്ളൊരു നഴ്സറിയിൽ നിന്ന്, ഒട്ടൻചത്ര തന്നെയുള്ളൊരു നഴ്സറിയിൽ നിന്ന് ഞാൻ 2 ചെടിമുരിങ്ങ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചു. അപ്പോൾ അതൊക്കെ അത്യാവശ്യം ഇപ്പോൾ ഒരു 4-5 അടി ഉയരമായി. മിക്കവാറും പൂടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ജൂലൈ മാസം റണ്ണിങ് 12-ാം തീയതിയാണെന്ന് മഴയാണ് ഇപ്പോൾ. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് വേനൽക്കാലം ആകുമ്പോഴേക്കും മിക്കവാറും പൂടുന്നാണ് അവർ പറഞ്ഞ. 6 മാസത്തിനുള്ളിൽ പൂടുന്നാണ് പറഞ്ഞത്. അപ്പോൾ മുരിങ്ങ കായ പെട്ടെന്ന് തന്നെ ഉണ്ടായിക്കിട്ടും. എൻ്റെ വീട്ടിൽ 2-3 മുരിങ്ങ മരം ഉണ്ട്, പക്ഷെ അതിനൊന്നും കാര്യമായിട്ട് മുരിങ്ങക്കായ ഉണ്ടാവുന്നില്ല. പിന്നെ ഇതിപ്പോൾ നെക്സ്റ്റ് ഒടഞ്ചത്ര തന്നെ കണ്ട ഒരു പപ്പായ തോട്ടമാണ്. അത്യാവശ്യം വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു 3-4 ഏക്കറിലൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ്. ഇതും അതുപോലെ തന്നെ കുള്ളൻ ഒരു വെറൈറ്റിയാണ്. നിങ്ങൾക്ക് കണ്ടറിയാം, ഒരു 4 അടി തികച്ചില്ല ആ മരം. പക്ഷെ അതിന്മേക്ക് നിറയെ പപ്പക്കായ ഉണ്ടായിട്ടുണ്ട്. ഓമക്കായ എന്ന് പറയും, പല പേരുകളുണ്ട് കേട്ടോ തൃശ്ശൂർ. ഞാൻ പപ്പക്കായ എന്ന് പറയും, പപ്പായ ഇംഗ്ലീഷിൽ. ഇതിപ്പോൾ ഞാനിതിപ്പോൾ ഇന്ന് ഷോപ്പിൽ പച്ചക്കറി മേടിക്കാൻ പോയപ്പോൾ കണ്ടു. ഇവിടെ നിന്നൊക്കെ ഉള്ളത് തന്നെ ആയിരിക്കും. അത്യാവശ്യം വലിപ്പമുള്ള മൂത്ത പപ്പക്കായ. ഇവിടെ നമ്മുടെ നാട്ടിലും പപ്പായ റോഡ് സൈഡിലൊക്കെ കൊണ്ടുവന്ന് വെച്ച് വെക്കുന്നുണ്ട്. അതുപോലെ ഷോപ്പുകളിൽ പച്ചക്കറിയൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിൽ, ഫ്രൂട്ട് സ്റ്റാളുകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് മിക്കവാറും ഇവിടെ നിന്നാണ് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ അത്രയും ഇവരിപ്പോൾ പപ്പായ കൃഷി പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ കാണുന്ന പപ്പായമയൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ വീഡിയോ റോഡിൻ്റെ സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. സൂം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് കാണുന്നത് അതുമെല്ലാം പപ്പായ ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തരം വെറൈറ്റിയാണ്. ഞാനിപ്പോൾ ഇന്ന് ഷോപ്പിൽ കണ്ടു എന്ന് പറഞ്ഞത് ഒരു ലൈറ്റായിട്ടൊരു മഞ്ഞ വരകൾ അതുമുണ്ട് എന്ന് പറഞ്ഞാൽ പഴുക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണത്. അപ്പോൾ ഈ കാണുന്ന പപ്പായ അത് കണ്ടോ, ഒരു ചെടിയുമ്പോൾ തന്നെ ഒരു 5-10 എണ്ണം ഉണ്ട്. അപ്പോൾ ആ കാണുന്ന നിൽക്കുന്ന എല്ലാ ചെടികളുമേയും അത്യാവശ്യം പപ്പായ ഉണ്ട്. ഇപ്പോൾ ഈ ഡെങ്കിപ്പനി അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ പപ്പക്കായ അല്ലെങ്കിൽ അതിൻ്റെ ഇലകളുടെ നീര് അങ്ങനെ പലതും ഉപയോഗിക്കുന്നുണ്ട്. പൊതുവെ നല്ല ഡൈജസ്റ്റീവ്, ദഹനത്തിനൊക്കെ നല്ലൊരു ഫ്രൂട്ടാണ് പപ്പായ. കറി വെച്ചും കഴിക്കാമല്ലോ. ഇത് ആണ് ഒട്ടൻചത്രം ന്യൂ ബൈപ്പാസാണ്. അത് വളരെ സുന്ദരമായ റോഡ്. ടോള് പിരിച്ചു തുടങ്ങിയിട്ടില്ല, പക്ഷേ അധികം വാഹനങ്ങളും ഇല്ല വഴിയിൽ. സൈഡിലുള്ള സർവീസ് റോഡിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പപ്പക്കായ പൊതുവെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്. അത് നന്നായിട്ട് തന്നെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.